ഹേ ഗായ്സ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ESP32ഉം ESP8266ഉം എങ്ങനെ ഒരു വൈഫൈ റിപ്പീറ്ററായിട്ട് ഉപയോഗിക്കാം എന്നാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിൽ ചിലപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ടോ ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മോഡൊക്കെ ഉണ്ടാവും. സോ അതിൻ്റെ സിഗ്നൽ നമ്മളെ വർക്ക് സ്പേസ് വരെ ചിലപ്പോൾ കറക്റ്റായിട്ട് എത്തുന്നുണ്ടാവില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് സ്പേസിൻ്റെയും അതേപോലെ ഇൻ്റർനെറ്റ് മോഡത്തിൻ്റെയും ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത ESP ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം നമുക്കറിയാം ESPയിൽ വൈഫൈ ഉണ്ട്, ഹോട്ട്സ്പോട്ടും ഉണ്ട്. നമ്മൾ ESPത്തെ വൈഫൈ ഓൺ ചെയ്യും, എന്നിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് മോഡത്തിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ESPത്തെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യും. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഫോണിലും ഡിവൈസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ESPൻ്റെ ഹോട്ട്സ്പോട്ട് കാണിക്കും. സോ നമുക്ക് ESPൻ്റെ ഹോട്ട്സ്പോട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതേപോലത്തെ വാല്യുബിൾ കണ്ടൻസ് ഒന്നും മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്കധികം ഡൗട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ കിട്ടും. ഗായ്സിനെ നമുക്ക് നേരെ ESP പ്രോഗ്രാം ചെയ്തെടുക്കാം. നമ്മൾ 2 ESPൻ്റെയും ടൈം ലൈന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ESP ഏതാണെന്ന് നോക്കിയിട്ട് ആ പോർഷൻ മാത്രം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Windows 11 OS ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേസിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം Windows 10-ലാണെങ്കിൽ നമ്മൾ സീരിയൽ മോണിറ്ററൊക്കെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ, ഇതിലാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പരിപാടി തീർക്കാം. സോ പറ്റുന്നവരൊക്കെ Windows 11-ൽ തന്നെ പ്രോഗ്രാം ചെയ്യാം. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ഇതൊരു സിപ്പ് ഫയലാണ്. നമുക്കിത് ഏതെങ്കിലും വിൻറാറോ 7zip പോലത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം. സോ എക്സ്ട്രാക്ട് ചെയ്യാം. അത് എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 4 ഫയലാണ് നമുക്ക് ഈ സിപ്പ് ഫയലിൻ്റെ ഉള്ളിലുള്ളത്. സോ ഇത് രണ്ടുമാണ് നമ്മളെ കോഡുള്ള ഫയൽ. ഇത് ESP32ൻ്റെയും ഇത് ESP8266ൻ്റെയും കോഡുള്ള ഫയലാണ്. അതേപോലെ തന്നെ ഈ കോഡ് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ ഒരു ഫയലിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ ESPൻ്റെ ഡ്രൈവേഴ്സാണ് ഈ ഒരു ഫോൾഡറിലുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ESP32ൻ്റെയും ESP8266ൻ്റെയും ഡ്രൈവർ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇവിടെ പോയിട്ട് നിങ്ങൾ ESP ഏതാണോ 8266 ആണെങ്കിലോ 32 ആണെങ്കിലോ ഏതാണോ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ 32ൻ്റെ ആണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഈ ഒരു സാധനമല്ലേ 64 ISTS കൊടുത്തിട്ട് അങ്ങനെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതേപോലെ തന്നെ ESP8266ൻ്റെ ആണെങ്കിൽ ജസ്റ്റ് എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുക, എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ അങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഡ്രൈവറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധനം ഇവിടെ ഉണ്ടോ നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ നോഡൻസിയോ PC ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ കാണാൻ കഴിയും, ഇതാണ് എൻ്റെ ESP32. ഇപ്പോൾ ESP32 ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ COM 10-ലാണ് ESP32 ഉള്ളത്. ഇനി നമുക്ക് നേരെ ESP പ്രോഗ്രാം ചെയ്യാം. സോ ഫ്ലാഷ് ഡൗൺലോഡ് ടൂൾ എന്നുള്ള ഈ ഒരു ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഫ്ലാഷ് ഡൗൺലോഡ് ടൂൾ എന്നുള്ള ഈ ഒരു ഫയൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ഡെവലപ്പർ മോഡ് സെലക്ട് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യുന്നത് ESP32ൻ്റെ ആണ്. സോ നമ്മൾ ESP32 കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം സെലക്ട് ചെയ്യണം. സോ ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളെ ഫോൾഡർ എവിടെയാണുള്ളത്, ഡെസ്ക്ടോപ്പിൽ ESP32. സോ അവിടെ നമുക്ക് ഒറ്റ ഫോൾഡർ ഉണ്ടാവുള്ളൂ, ഒറ്റൊരു ഫയലേ ഉണ്ടാവുള്ളൂ. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ 0x0 ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ,
നമ്മളിപ്പോൾ ESP കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ESP COM10ലാണ് ESP കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസ് മാനേജറിൽ പോർട്സിൽ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും COM10. ഓക്കെ, COM10ലാണ് നമ്മൾ ESP കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമ്മൾ COM10 സെലക്ട് ചെയ്ത് അതിനുശേഷം ഓൾറൈറ്റ് ചെയ്ത് ഏതെങ്കിലും കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സോ നമ്മൾ ESP ഇപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രയായി, പ്രോഗ്രാമിംഗ് ഒക്കെ എത്രയായി എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. 2, 4, 6, 8 കുറച്ച് ടൈം എടുക്കും. ESP 32ൻ്റെ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ടുണ്ട്, സാധനം അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, കോഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വിൻഡോ ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്തിടാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ESP ഇല്ലേ, ESP ജസ്റ്റ് ഒന്ന് അൺപ്ലഗ് ചെയ്തിട്ട് ഒന്നും കൂടി പ്ലഗ് ചെയ്യുക, ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ലാപ്ടോപ്പത്തെ വൈഫൈ ഒന്ന് ഓൺ ചെയ്യണം. കാരണം നമ്മളെ ESP ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാം ESP NAT റൗട്ടർ. ഇതാണ് നമ്മളെ ESPൻ്റെ ഹോട്ട്സ്പോട്ട്. സോ അതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അഥവാ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടില്ലെങ്കിൽ ബ്രൗസർ എടുക്കുക, ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. അവിടെ നമ്മൾ 192.168.4.1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. നമ്മൾ ഇവിടെ അല്ല കേട്ടോ, ഈ സെർച്ചിലല്ല കേട്ടോ ടൈപ്പ് ചെയ്യേണ്ടത്, കറക്റ്റ് URL കൊടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ എൻ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ESP ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. സോ നമുക്ക് ഇവിടെ ESP ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം എന്താണോ അത് നമുക്ക് കൊടുക്കാം. സോ ഞാൻ ഇത് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെയിം കൊടുത്താൽ മതി. ESPHS അങ്ങനെ കൊടുക്കുക. ESPക്ക് എന്തെങ്കിലും പാസ്വേഡ് വേണമെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, ഞാൻ ESPക്ക് ഒരു പാസ്വേഡും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ നമ്മളെ വീട്ടിലത്തെ വൈഫൈൻ്റെ പേരും പാസ്വേഡും കൊടുക്കണം. സോ എൻ്റെ വീട്ടിലത്തെ വൈഫൈൻ്റെ പേര് എന്ന് പറയുന്നത് അസ്യൂസ് എന്നാണ്. ക്യാപിറ്റലും സ്മോളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അതിൻ്റെ പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ കൊടുക്കാം. ഓക്കെ, ESP ഒന്ന് സെറ്റപ്പായി വരും. സോ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ESP ഷട്ട് ഡൗൺ ആയി. ഓക്കെ, ESP വന്നിട്ടുണ്ട്, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്, കണക്ട് ചെയ്യണം. സോ നമ്മൾ ഇനി ഇവിടെ പാസ്വേഡ് അടിക്കണം. നമ്മളവിടെ ESPക്ക് സെറ്റ് ചെയ്ത പാസ്വേഡ് എന്താണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തെടുക്കണം. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്തത്. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ നെറ്റ് വരുന്നത് നമ്മളെ ESP എന്നാട്ടോ. ഈ കണക്ഷൻ വരുന്നത് നമ്മൾ ESP എന്നാട്ടോ. നമുക്ക് ഈ വിൻഡോ ഒന്നും കൂടി റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സിഗ്നൽ സ്ട്രെങ്ത് എന്താണെന്ന് ഇവിടെ കാണാം. വൈഫൈൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് എന്താണെന്ന് കാണാം. അതേപോലെ എത്ര ആൾക്കാർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണാം. സോ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ദ SSID. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ നമ്മളെ ESP ഹോട്ട്സ്പോട്ട് ഹൈഡ് ചെയ്യണമെങ്കിൽ, അതായത് ഹൈഡ് ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാണൂല, സാധനം കാണൂല. അതാണ് അതിൻ്റെ ഉപയോഗം. ഇതിപ്പോൾ മൊബൈൽ എടുത്ത് നോക്കുകയാണെങ്കിലും കാണൂല. പിന്നെ നമ്മൾ ആഡ് നെറ്റ്വർക്ക് പോയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണം. സോ നമുക്കൊന്ന് വൈഫൈൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീഡ് ടെസ്റ്റ്. ഓക്കെ,
ഒന്ന് റൺ ചെയ്ത് നോക്കാം. 5 Mbps അടുത്ത് ഡൗൺലോഡിങ് സ്പീഡ് കാണിക്കുന്നുണ്ട്. സോ ഒരു 700 MB അടുത്ത് ഒരു 700 KB അടുത്ത് അപ്ലോഡിങ് സ്പീഡും കാണിക്കുന്നുണ്ട്. ഇത് വലിയ ഡിസ്റ്റൻസിലൊന്നുമല്ല ഉള്ളത്. ESP32 എൻ്റെ അടുത്ത് നിന്ന് ഒരു കേബിളിൻ്റെ ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ. നമ്മളെ ചാർജിങ് കേബിൾ ഇല്ലേ, അത് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പീഡ് കിട്ടിയത്. ഇനി നമുക്ക് ESP8266 എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. ESP32ൻ്റെ ഇനി ഒന്നുമില്ല കേട്ടോ. നേരെ കൊണ്ടുപോകാൻ ഒരു പവർ ബാങ്കിലല്ല ചാർജറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ തന്നെ അത് ഓണായിട്ട് പിന്നെ അതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തോളും. ഇനി നമുക്ക് ESP8266 പ്രോഗ്രാം ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ESP ഒന്ന് നമ്മൾ PC ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ESP കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ESPൻ്റെ പോർട്ട് ഒന്ന് നോക്കി വെക്കാം. ഇവിടെ നമ്മൾ പോർട്ട്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ESPൻ്റെ പോർട്ട്. COM4ലാണ് ESP ഉള്ളത്. ഇനി നമുക്ക് ESP ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കാം. സോ ഇതിലാണ് നമ്മളെ ടൂൾ ഉള്ളത്, ഫ്ലാഷ് ഡൗൺലോഡ്. സോ അതിൽ പോവാം. അതിൽ ഫ്ലാഷ് ഡൗൺലോഡ് ടൂൾ, ഇതൊരു ആപ്ലിക്കേഷനാണ്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. സോ ഇവിടെ ഡെവലപ്പർ മോഡ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ESP8266 ഇത് കൊടുക്കണം. സോ നമ്മളിപ്പോൾ ESP8266 പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. 32 ആണെങ്കിൽ ഇതാട്ടോ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ESP8266 തന്നെ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ESP32ലായിരുന്നപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷേ ESP8266ൽ SPI ഡൗൺലോഡിലിട്ടിട്ടാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. സോ ഇവിടെ ഈ ഒരു 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളെ ഫയൽ, നമ്മൾ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത ചില ലൊക്കേഷനിലേക്ക് പോകണം. നമ്മളിപ്പം ഡെസ്ക്ടോപ്പ് തന്നെയാണ് നമ്മൾ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അവിടെ പോയിട്ട് നമ്മളെ ESP8266 റിപ്പീറ്റർ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യണം. അവിടെ ഫ്രെയിംവെയർ, എന്നിട്ട് ഈ ഒരു 3 ഫയലും നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ അങ്ങനെ ബാക്കി 2 കൂടി ആഡ് ചെയ്യുക. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെയിം മാത്രം ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. ഈ ഒരു ഫയലിൻ്റെ നെയിം മാത്രം ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു 3 കോളവും ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്ലോക്ക് സ്പീഡ് ഒന്ന് കൂട്ടാം, 80 MHz ആക്കാം. അതേപോലെ ഇവിടെ വന്നിട്ട് 40 MHz ക്രിസ്റ്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി പോർട്ടൊന്ന് വെരിഫൈ ചെയ്യാം, ഞാൻ മറന്നുപോയി. സോ COM4ലാണ് നമ്മൾ ESP ഉള്ളത്. COM4 സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ ചിലപ്പോൾ എറർ കാണിക്കും. സോ നിങ്ങൾക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം റെഡിയാവും. എന്നിട്ടും എറർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ESP ഒന്ന് അൺപ്ലഗ് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കുക. എന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പം അപ്പം റെഡിയാവും. നിലവിലിപ്പം നമ്മളെ കോഡ് ESPയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിൻഡോസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ESP ഇല്ലേ, ESP ജസ്റ്റ് ഒന്ന് അൺപ്ലഗ് ചെയ്തിട്ട് ഒന്നുകൂടി പ്ലഗ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വൈഫൈ ഒന്ന് ഓണാക്കി വെക്കാം ലാപ്ടോപ്പിൽ തന്നെ. അവിടെ നമുക്ക് മൈ AP എന്ന് പറഞ്ഞൊരു വൈഫൈ സിഗ്നൽ വേണം. സോ അതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്.
അതിനുശേഷം ഒരു ബ്രൗസർ എടുക്കുക. അവിടെ നമ്മൾ URL ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു IP അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ട്. 192.168.4.1 എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ കുറച്ച് സെറ്റിങ്സ് ചെയ്യാണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മളെ വീട്ടിലത്തെ വൈഫൈൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മോഡത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. സോ ഫസ്റ്റ് ഈ ഒരു SSID എന്നുള്ള സ്ഥലത്ത് നമ്മൾ വൈഫൈൻ്റെ നെയിം കൊടുക്കണം. എൻ്റെ വീട്ടിലത്തെ വൈഫൈൻ്റെ നെയിം അസ്യൂസ് എന്നാണ്. സോ അതിവിടെ അസ്യൂസ്, ഇതാണ് എൻ്റെ വീട്ടിലത്തെ വൈഫൈ. സോ അതിൻ്റെ സ്പെല്ലിങ് ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. ഇത് കീ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ സ്പേസ് ഒക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. SUS. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ വീട്ടിലത്തെ വൈഫൈന് എന്തെങ്കിലും പാസ്വേഡ് ഉണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലോഡായിട്ട് പിന്നെയും ഈ വിൻഡോയിലേക്ക് തന്നെ വരും. സോ ഇവിടെ നമ്മളെ ESPൻ്റെ ഹോട്ട്സ്പോട്ടിൻ്റെ നെയിമും പാസ്വേഡും ഇവിടെ കൊടുക്കാൻ പോവാണ്. സോ ESPൻ്റെ എന്തെങ്കിലും ESPക്ക് നെയിം എന്തെങ്കിലും ആണെങ്കിൽ അതുകൂടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ESP8266 എന്നാണ് കൊടുക്കുന്നത്. ഇനി അതിന് നമ്മൾ ESPൻ്റെ ഹോട്ട്സ്പോട്ടിന് നമ്മൾ എന്തെങ്കിലും പാസ്വേഡ് വെക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കാം. പാസ്വേഡ് വെക്കുന്നില്ലെങ്കിൽ MONE എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മളിവിടെ പാസ്വേഡ് വെക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഓപ്പൺ എന്നുള്ളത് ഇതാക്കി മാറ്റി കൊടുക്കാം. അതിനുശേഷം സെറ്റ് കൊടുക്കാം. സോ നമ്മൾ ESP ഒന്ന് സെറ്റപ്പായി വരണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളെ വൈഫൈ എടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ കാണാൻ കഴിയും നമ്മളെ ESP8266 കണക്റ്റ് കൊടുക്കാം. നമ്മൾ ESPൻ്റെ ഹോട്ട്സ്പോട്ടിന് നമ്മളിവിടെ ഒരു പാസ്വേഡ് കൊടുത്തിരുന്നു, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ESP8266 കണക്റ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കാം. വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് അടിച്ച് നോക്കാം. സ്പീഡ് ടെസ്റ്റ് കൊടുക്കാം. എനിക്കിവിടെ 3.5 MB ഡൗൺലോഡിങ് സ്പീഡും അതേപോലെ ഒരു 3.2 MB ആവറേജ് അപ്ലോഡിങ് സ്പീഡും കാണിക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഹോട്ട്സ്പോട്ടാണ്. സോ നമ്മളെ വീട്ടിലത്തെ വൈഫൈൻ്റെ സ്പീഡും കൂടി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.